Today we are going to discuss about some topics under computer architecture. The topics are interaction between top-level computer components and computer functions. So coming to the first topic, that is interaction between top-level computer components. Here you can see some components, that is CPU, I/O module and main memory. Okay. CPU contains registers such as PC, that is program counter, MAR, memory address register, IR, instruction register, then execution unit. Execution unit is nothing but ALU, that is address, arithmetic and logic. ALU means arithmetic and logic unit. Then IO-AR, that is input output address register. Then IO-BR, that is input output buffer register. Then IO module. IO module contains buffers. Then main memory. Main memory contains several locations to store instructions and data. അതായത് ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നു. മെമ്മറിയിൽ സെവറൽ ലൊക്കേഷൻസ് will be there in a main memory, and each location is addressed with numbers. ഇങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ മെമ്മറിയുടെ സൈസ് n ആയിരിക്കും. സോ ദി അഡ്രസ് വിൽ ബി 0 to n-1. അങ്ങനെ കണ്ടിജിയസ് ലൊക്കേഷൻസിലാണ് ഈ മെമ്മറി അഡ്രസ്സ് കാണാൻ കഴിയുന്നത്. ഈ മെമ്മറി നമുക്ക് ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സിസ്റ്റം ബസ്. സിസ്റ്റം ബസ് എന്തിനാണെന്ന് വെച്ചാൽ ഈ മൊഡ്യൂൾസ്, ദാറ്റ് ഇസ് CPU, മെമ്മറി, IO മൊഡ്യൂൾ, ഇങ്ങനെ ഈ മൊഡ്യൂൾസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം ബസ് യൂസ് ചെയ്യുന്നത്. ഈ സിസ്റ്റം ബസ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ, അതായത് ഇനി സിസ്റ്റം ബസ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈ രജിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ CPU-യിൽ കണ്ട രജിസ്റ്റേഴ്സാണ് MAR, MDR, AC, PC, then CIR. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട രജിസ്റ്റേഴ്സാണ്. ഓരോന്നിൻ്റെയും പർപ്പസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. MAR എന്തിനാണ്, MDR എന്തിനാണ്, ഈ കാര്യങ്ങളൊക്കെ ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ദെൻ the CPU exchanges data with memory. CPU മെമ്മറിയുമായി ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതായത് മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കുകയും മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. For this purpose, it makes use of two internal registers. അതിനുവേണ്ടി CPU രണ്ട് ഇന്റേണൽ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ദെൻ അനദർ വൺ ഇസ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഈ രണ്ട് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് CPU ആൻഡ് മെമ്മറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ മെമ്മറി അഡ്രസ് രജിസ്റ്റർ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഡാറ്റ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ എവിടുന്നാണോ റീഡ് ചെയ്തെടുക്കേണ്ടത് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് നമ്മൾ കീപ്പ് ചെയ്യുക മെമ്മറി അഡ്രസ് രജിസ്റ്ററിലായിരിക്കും. അതിനുശേഷം ഒരു റീഡ് സിഗ്നൽ കൊടുക്കും. റീഡ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് റീഡ് ചെയ്യുന്നതാണ്. അതുപോലെ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യേണ്ട കേസ് വരുമ്പോൾ വി ഹാവ് ടു സ്പെസിഫൈ ദി അഡ്രസ് ഇൻ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. എവിടേക്കാണോ ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത് ആ റൈറ്റ് ചെയ്യേണ്ട ലൊക്കേഷൻ്റെ അഡ്രസ്സ് പറയുന്നത് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലായിരിക്കും. അതിനുശേഷം മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ അല്ലെങ്കിൽ മെമ്മറി ബഫർ രജിസ്റ്ററിൽ ആ ഡാറ്റയും സ്പെസിഫൈ ചെയ്യും. അതിനുശേഷം ഒരു റൈറ്റ് സിഗ്നൽ കൊടുക്കും. റൈറ്റ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് നമ്മൾ മെമ്മറി ബഫർ രജിസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഡാറ്റ റൈറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കുന്നത്. നമുക്കറിയാം IO ഡിവൈസസ് നമ്മുടെ
കമ്പ്യൂട്ടറിനോട് കുറേ IO ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ IO ഡിവൈസസിന് CPU ആയിട്ടും മെമ്മറി ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന 2 രജിസ്റ്റേഴ്സ് ആണ് IO അഡ്രസ് രജിസ്റ്റർ ആൻഡ് IO ബഫർ രജിസ്റ്റർ. ഇത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആൻഡ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഏത് IO ഡിവൈസിൽ നിന്നാണോ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് ആ IO ഡിവൈസിന്റെ അഡ്രസ് ആയിരിക്കും IO അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവുക. അതുപോലെ ആ പർട്ടിക്കുലർ ഡേറ്റ ആയിരിക്കും IO ബഫർ രജിസ്റ്ററിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, a memory module consists of a set of locations defined by sequentially numbered address. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു മെമ്മറി ലൊക്കേഷൻ, മെമ്മറി മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ്, കുറേ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. അത് സീക്വൻഷ്യലി നമ്പേർഡ് അഡ്രസ് ആയിരിക്കും. അതായത് ഓരോ അഡ്രസ്സ് സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും അതിൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് N ആയിരിക്കും മെമ്മറി സൈസ് എങ്കിൽ 0, 1, 2 എക്സെട്ര അപ് ടു N- ആയിരിക്കും ലാസ്റ്റ് അഡ്രസ്. ഫസ്റ്റ് അഡ്രസ് 0 ആൻഡ് ദ ലാസ്റ്റ് അഡ്രസ് വിൽ ബി N-1. അതായത് സീക്വൻഷ്യലി അഡ്രസ് ചെയ്ത ലൊക്കേഷൻസ് ആയിരിക്കും മെമ്മറി മൊഡ്യൂളിൽ ഉണ്ടാവുക. ഈച്ച് ലൊക്കേഷൻ കണ്ടെയ്ൻസ് ആൻ ഇൻസ്ട്രക്ഷൻ ഓർ ഡേറ്റ. ഓരോ ലൊക്കേഷൻസിലും either we can store instruction or data. Next point, an IO module transfers data from external devices to CPU and memory and vice versa. അതായത് നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിനോട്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോട് കുറേ IO ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ IO ഡിവൈസസിന് CPU ആയിട്ടും മെമ്മറി ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ 2 രീതിയിൽ നടക്കാം. ഒരു രീതി എന്ന് പറയുന്നത് CPUവിൽ നിന്നും മെമ്മറിയിൽ നിന്നും IO ഡിവൈസസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ IO ഡിവൈസിൽ നിന്ന് CPUയിലേക്കോ മെമ്മറിയിലേക്കോ ഡാറ്റ സെൻഡ് ചെയ്യാം. ഈ 2 രീതിയിലും IO മൊഡ്യൂൾസിൽ നിന്ന്, അതായത് IO ഡിവൈസസിൽ നിന്ന് CPUയിലേക്കും മെമ്മറിയിലേക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതാണ് IO മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഇന്റേണൽ ബഫേഴ്സ് ഫോർ ടെമ്പററി ഹോൾഡിംഗ് ദീസ് ഡേറ്റ അൺടിൽ ദേ ക്യാൻ ബി സെൻഡ് ഓൺ. അതായത് ഇന്റേണൽ ബഫേഴ്സ്, ഈ ഒരു IO മൊഡ്യൂളിൽ നമുക്ക് നേരത്തെ കണ്ട ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. IO മൊഡ്യൂൾസിൽ സെവറൽ ബഫേഴ്സ്, ഇന്റേണൽ ബഫേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഈ ഇന്റേണൽ ബഫേഴ്സ് എന്ന് പറയുന്നത് ടു സ്റ്റോർ ടെമ്പററി സ്റ്റോറിങ് ഡേറ്റ, ഡാറ്റ ടെമ്പററി ആയി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഇന്റേണൽ ബഫേഴ്സ്. അത് എന്തിനാണ് ഈ ടെമ്പററി ആയി സ്റ്റോർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ CPUയുടെയും IO ഡിവൈസസിൻ്റെയും സ്പീഡിൽ നന്നായി വ്യത്യാസമുണ്ടാകും. അതായത് CPU ഹൈ സ്പീഡാണ്, ബട്ട് IO ഡിവൈസസ് ആർ ലിറ്റിൽ ബിറ്റ് സ്ലോവർ ദാൻ ദ CPU. അപ്പോൾ ഈ CPU ഇങ്ങനെ സ്പീഡ് മിസ്മാച്ച് വരുന്ന സമയത്ത് നമുക്ക് സിസ്റ്റം എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ബഫേഴ്സ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു IO ട്രാൻസ്ഫർ നടക്കുന്നത് വരെ CPU ഐഡിലായി നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് CPUവിൻ്റെ പവർ മൊത്തമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ആ ഒരു സമയത്ത് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ബഫേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, next topic, computer functions. The basic function performed by a computer is execution of a program. A program consists of a set of instructions stored in memory. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫംഗ്ഷൻ. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ മെമ്മറി, മെമ്മറി സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ പറയുന്നതാണ് പ്രോഗ്രാം. ഓക്കെ, സോ program execution is the main function of the computer. Next, in order to execute an instruction, a computer have to perform 2 operations, that is instruction fetch and execute.
Instruction fetch and execute. Instruction processing consists of two steps. The processor reads or fetches. Read എന്ന് പറയുന്നതിനുള്ള ഒരു വേറൊരു വാക്കാണ് fetches. Fetch ചെയ്യുക, അതായത് റീഡ് ചെയ്യുക. Instructions from memory one at a time. And the next one is executes each instruction. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ്സിങ്ങിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്തെടുക്കുക. പ്രോസസ്സർ ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്തെടുക്കുന്നതിനാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് എക്സിക്യൂട്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് റീഡ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രോഗ്രാം എക്സിക്യൂഷൻ കൺസിസ്റ്റ് ഓഫ് റിപ്പീറ്റിംഗ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. അതായത് പ്രോഗ്രാമിൽ നമുക്കറിയാം, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യണമെങ്കിൽ ഓരോരോ ഇൻസ്ട്രക്ഷൻസും റീഡ് ചെയ്യുകയും അതായത് ഫെച്ച് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റീഡിങ് ആൻ ഇൻസ്ട്രക്ഷൻ, എക്സിക്യൂട്ടിങ് ഇറ്റ്, നെക്സ്റ്റ് റീഡ് അനദർ ഇൻസ്ട്രക്ഷൻ ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഓരോരോ, ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് 10 ഇൻസ്ട്രക്ഷൻസ്, ഒരു പ്രോഗ്രാമിൽ 10 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ ഇൻസ്ട്രക്ഷൻസും റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ബേസിക് ഇൻസ്ട്രക്ഷൻ സൈക്കിളാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് എ ഫെച്ച് സൈക്കിൾ ആൻഡ് എക്സിക്യൂട്ട് സൈക്കിൾ. ഇവിടെ നിങ്ങൾക്ക് അത് കാണാം, ഫെച്ച് സൈക്കിളും എക്സിക്യൂട്ട് സൈക്കിളും. ഓക്കെ, ഇനി അതിൻ്റെ ഇൻറ്റേർണലായിട്ട് എന്തൊക്കെ നടക്കുന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് അതായത് ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, so PC that is program counter holds the address of the instruction to be fetched. ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഫെച്ച് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഷുഡ് ബി അവൈലബിൾ അറ്റ് പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, ഇനി ആ പ്രോഗ്രാം കൗണ്ടറിലുള്ള അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്ക് ഫെച്ച് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. At the beginning of each instruction cycle, the processor fetches an instruction from memory. Okay, instructions ഒക്കെ മെമ്മറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഫെച്ച്ഡ് ഇൻ ടു ദി പ്രൊസസ്സർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പി സിയിൽ ഏത് ഇൻസ്ട്രക്ഷനാണോ ഫെച്ച് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ലോഡ് ചെയ്യും. അതിനുശേഷം ഒരു ഫെച്ച് സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞാൽ പി സി ഇൻക്രിമെൻറ്റ് ചെയ്യുക, അതായത് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനും പറ്റൂ. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷനല്ല, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഫെച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആഫ്റ്റർ ഫെച്ചിങ് ഈച്ച് ഇൻസ്ട്രക്ഷൻ ദി പ്രൊസസ്സർ ഇൻക്രിമെൻറ്റ്സ് ദി പ്രോഗ്രാം കൗണ്ടർ. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ദ പ്രൊസസ്സർ ഓൾവേസ് ഇൻക്രിമെൻറ്റ്സ് ദ പി സി ആഫ്റ്റർ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച് സോ ദാറ്റ് ഇറ്റ് വിൽ ഫെച്ച് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദി സീക്വൻസ്. ഓക്കെ, ഇനി നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ, നമ്മൾ നേരത്തെ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ഷൻ എങ്ങോട്ടാണ് ലോഡ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ലോഡ് ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ദ ഇൻസ്ട്രക്ഷൻ കണ്ടെയ്ൻസ് ബിറ്റ്സ് ദാറ്റ് സ്പെസിഫൈ ദ ആക്ഷൻ ദ പ്രൊസസ്സർ ഇസ് ടു ടേക്ക്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻ പ്രൊസസ്സറിന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്, എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ആ ഇൻസ്ട്രക്ഷൻ പ്രൊസസ്സറിന് പറഞ്ഞു കൊടുക്കും. പക്ഷേ അതിൻ്റെ പ്രൊസസ്സറിന് അത് മനസ്സിലാവണമെങ്കിൽ ദ പ്രൊസസ്സർ ഹാവ് ടു ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ദ പ്രൊസസ്സർ ഇൻ്റർപ്രെറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡീകോഡ് എന്ന് പറയാം. ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോംസ് ദ റിക്വയർഡ് ആക്ഷൻ. അങ്ങനെ ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തെങ്കിൽ മാത്രമേ പ്രൊസസ്സറിന് മനസ്സിലാവൂ എന്താണ് ചെയ്യേണ്ടത്, ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രൊസസ്സറിന് മനസ്സിലാവണമെങ്കിൽ പ്രൊസസ്സർ ഹാവ് ടു ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഫെച്ച് ചെയ്യേണ്ടത്, ഇറ്റ്സ് അഡ്രസ് വിൽ ബി ലോഡഡ് ഇൻ പ്രോഗ്രാം കൗണ്ടർ.
ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ പ്രൊസസ്സർ ഹാവ് ടു ഫെച്ച് ദ കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി ഹൂസ് അഡ്രസ് ഇസ് സ്പെസിഫൈഡ് ഇൻ ദി പി സിയിലുള്ള അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് പ്രൊസസ്സർ ഫെച്ച് ചെയ്യും. ഓക്കെ, അതിനുശേഷം പ്രൊസസ്സർ എന്താ ചെയ്യുന്നത്? പ്രൊസസ്സർ ഇൻക്രിമെൻറ്റ്സ് ദി പി സി പ്രോഗ്രാം കൗണ്ടറിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. Okay, then whatever we fetched, which instruction we fetched in the previous step will be loaded into the instruction register. Instruction register like ആ ഒരു നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യും. അതിനുശേഷം പ്രൊസസ്സർ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയി അതിനെ ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്തെങ്കിൽ മാത്രമേ പ്രൊസസ്സറിന് മനസ്സിലാവൂ അത് എന്ത് ഓപ്പറേഷനാണ്, അതിന് എന്തെങ്കിലും ഓപ്പറാൻഡ്സ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊസസ്സറിന് മനസ്സിലാവണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ ഇൻ ദി ഐആറിലുള്ള ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തെങ്കിൽ മാത്രമേ പ്രൊസസ്സറിന് മനസ്സിലാവൂ ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പ്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അഗെയിൻ നമ്മൾ എങ്ങോട്ടാ അടുത്ത ഫെച്ചിനാണ് പോകുന്നത്, അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അങ്ങനെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആഡ് R1, R2 ഈ ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ആഡ് R1, R2 എന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് പെർഫോം ചെയ്യണം? സോ ഐ റീഡ് ഔട്ട് ദിസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. Consider the instruction add R1, R2. This instruction is used to add the contents of register R1 and R2 and store the result in R2. Okay, അതായത് രജിസ്റ്ററിൻ്റെ നൊട്ടേഷനാണ് R1 and R2. R1 and R2 എന്ന രണ്ട് രജിസ്റ്റേഴ്സ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടൻറ്റ് അതായത് ആഡ് ചെയ്ത റിസൾട്ട് R2 എന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ആ ഓപ്പറേഷൻ R1 and R2 ആഡ് ചെയ്തതിന് ശേഷം റിസൾട്ട് R2 എന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് നമുക്കറിയാം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം. ഫെച്ച് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് PC പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കണം. സോ ഇപ്പോൾ ആഡ് R1 and R2 എന്ന് പറയുന്ന ഈ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവും? PC-യിൽ ഉണ്ടാവും. സോ PC contains the address of the instruction add R1, R2. അതിനുശേഷം ദിസ് അഡ്രസ് ഇസ് ട്രാൻസ്ഫേർഡ് ടു MER മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ആ അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം തേർഡ് സ്റ്റെപ്പ് കൺട്രോൾ യൂണിറ്റ് പ്രൊവൈഡ്സ് റീഡ് സിഗ്നൽ. കൺട്രോൾ യൂണിറ്റ് റീഡ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ആ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇസ് ആഡ് R1 and R2 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ MDR മെമ്മറി ഡേറ്റ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അതായത് മെമ്മറിയിൽ ഉള്ള ആഡ് R1, R2 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ MDRലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഫ്രം ദെയർ MDR എന്ന് IR-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, IR-ൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുണ്ടാവും. ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞാൽ PC ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ PC-യിലെ കണ്ടൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്തിനാണ് ഈ കണ്ടൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു ഫെച്ച് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ലേ, ടു പോയിന്റ് ടു ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണമെങ്കിൽ PC ഷുഡ് ബി ഇൻക്രിമെൻറ്റഡ്. ഓക്കെ, ദെൻ ഈ അഡ്രസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻ ആഡ് R1, R2 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അവിടെ സ്റ്റോർ ചെയ്യും. ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് പ്രൊസസ്സറാണ്. അതായത് പ്രൊസസ്സർ എന്ത് ചെയ്യണം? ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊസസ്സർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രൊസസ്സറിന് മനസ്സിലാവൂ ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന്. സോ ദിസ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഡീകോഡഡ് ബൈ ദി പ്രൊസസ്സർ ആൻഡ് ദ പർട്ടിക്കുലർ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ആര് പെർഫോം ചെയ്തോളും? ALU പെർഫോം ചെയ്യും.
സോ ഇവിടെ അഡിഷൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ആൻഡ് അതിന് R1 ആൻഡ് R2 എന്ന് പറയുന്ന രജിസ്റ്റേഴ്സിലുള്ള കണ്ടൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ALU അത് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് R2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ALU ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യും. ദെൻ ഇറ്റ്സ് ആൻസർ വിൽ ബി സ്റ്റോർഡ് ഇൻ R2. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കാം. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ സ്റ്റേറ്റ് ഡയഗ്രാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻ ഓരോ സ്റ്റേറ്റ്സ് കാണാൻ കഴിയും. ഈ സർക്കിളിലുള്ളതൊക്കെയാണ് എന്ത് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്ട്രക്ഷൻ അഡ്രസ് കാൽക്കുലേഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ അഡ്രസ് കാൽക്കുലേഷൻ, ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇൻസ്ട്രക്ഷൻ ഫെച്ച്, അതിനുശേഷം ഇൻസ്ട്രക്ഷൻ ഓപ്പറേഷൻ ഡീകോഡിംഗ്, ദെൻ ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേഷൻ, ദെൻ ഓപ്പറാൻഡ് ഫെച്ച്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു ആരോ മാർക്ക് കാണാം. അതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓപ്പറാൻഡ്സ് ഉള്ള കേസിൽ നമുക്ക് അഗെയിൻ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആരോ മാർക്ക് വിൽ ബി ഗിവൺ ലൈക്ക് ദിസ്. ദെൻ ആഫ്റ്റർ ഫെച്ചിങ് ദ ഓപ്പറാൻഡ് എന്താണ് പെർഫോം ചെയ്യേണ്ടത്? എ പർട്ടിക്കുലർ ഓപ്പറേഷൻ. നമുക്ക് ഇൻസ്ട്രക്ഷനും ഉണ്ട്, അതിനുശേഷം ഓപ്പറാൻഡ്സും ഉണ്ട്. അങ്ങനെ ഇൻസ്ട്രക്ഷനും ഓപ്പറാൻഡും കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ ഓപ്പറേഷൻ വിൽ ബി പെർഫോം. അതിനുശേഷം ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേറ്റ്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ കേസിൽ നമ്മൾ R1 R2 ആഡ് ചെയ്തു. R1 രജിസ്റ്റർ R1ഉം രജിസ്റ്റർ R2ഉം കൂടെ ആഡ് ചെയ്തതിന് ശേഷം റിസൾട്ട് R2ലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയാണോ രജിസ്റ്റർ ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പ്, ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേഷൻ. എവിടേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് എന്നിട്ട് ആ ഓപ്പറാൻഡ് മെമ്മറീൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പറാൻഡ് ആ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ റിസൾട്ട്സ് ഉണ്ട്. മൾട്ടിപ്പിൾ റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു അറേൻ്റെ കേസ് ഇവിടെ നിങ്ങൾക്ക് കാണാം, റിട്ടേൺ ഫോർ സ്ട്രിങ് ഓർ വെക്റ്റർ ഡേറ്റ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന അറേൻ്റെ കേസ്, മൾട്ടിപ്പിൾ ഓപ്പറാൻഡ്സ് വരുന്ന കേസ്, മൾട്ടിപ്പിൾ റിസൾട്ട്സ് വരുന്ന കേസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ അപ്പ് ആരോവും ഡൗൺ ആരോവും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി എന്താ ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. സപ്പോസ് ദർ ഈസ് ഓൺലി ടു വേരിയബിൾസ് അല്ലെ സിംഗിൾ വേരിയബിളുള്ള കേസ് ആണെങ്കിൽ ഇതായിരിക്കും ഒരു ഇൻസ്ട്രക്ഷൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം, ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ കേസല്ല, നമ്മൾ വെക്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സിയിൽ പഠിച്ചിട്ടുള്ള അറേ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും നമ്മുടെ ഓപ്പറാൻഡ്സ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഓപ്പറാൻഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഒരു ഫോം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇതാണ് ശരിക്കും ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഫോമാറ്റ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 0 to 3, അതായത് ഫസ്റ്റ് 4 ബിറ്റ്സ് നിങ്ങൾക്ക് എന്തായി കാണാം, ഓപ്പ് കോഡ് എന്ന് പറയും. ഓപ്പ് കോഡ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ ആഡ് R1, R2 ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ആഡ് ആയിരിക്കും എന്ത്, ഓപ്പ് കോഡ്. അതായത് നമ്മൾ എന്ത് ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് അതാണ് ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. ഇനി R1, R2 അതാണ് എന്ത്, അഡ്രസ്സ്, ഓപ്പറാൻഡ്സ്. ശരിക്കും ഒരു ഇൻസ്ട്രക്ഷനിൽ ഓപ്പ് കോഡും ഓപ്പറാൻഡും ഉണ്ടാവും. ഓക്കെ, ഓപ്പറാൻഡ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ആവാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ, ഇത് എന്തും ആവാം അഡ്രസ്സ്. അതുകൊണ്ടാണ് ഇവിടെ ജനറലൈസ് ചെയ്ത് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓപ്പ് കോഡ് എന്ന് പറയുന്നത് എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് ആ ഓപ്പറേഷനാണ് നമ്മൾ ഈ ഓപ്പ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആഡ് എന്ന് പറയുന്നതായിരിക്കും എന്ത്, ഓപ്പ് കോഡ്. R1, R2 ആയിരിക്കും എന്ത്, അഡ്രസ്സ്. ഓക്കെ, അങ്ങനെയുള്ളൊരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് മതി, ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം, ഈ ഒരൊറ്റ സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അതേസമയം നമ്മൾ അറേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അറേയിൽ നമുക്കറിയാം സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ്. ഇപ്പം നിങ്ങൾ പിന്നെ ഒരു ലാർജസ്റ്റ് ഓഫ് അറേ കാണണമെങ്കിൽ നമുക്ക് ഓരോ ലൊക്കേഷനിലുള്ള എലമെൻസിനെയും കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ കാണുന്നത് റിട്ടേൺ ഫോർ സ്ട്രിങ് ഓർ വെക്റ്റർ ഡാറ്റ. അതായത് ഈ ഒരു ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേഷനൊക്കെ നമ്മൾ വീണ്ടും ചെയ്യണം. ഓക്കെ,
അതുപോലെ ഇനി സോർട്ടിങ്ങിൻ്റെ കേസാണെങ്കിൽ ഒരു അറേ നിങ്ങൾ സോർട്ട് ചെയ്യാൻ പോവുകയാണ്. സോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ അറേയിലെ എലമെൻറ്റും റീഡ് ചെയ്ത് അത് ഗ്രേറ്റർ ആണോ തൊട്ടടുത്തതിനേക്കാളും ഗ്രേറ്റർ ആണോ ലെസ് ആണോ നോക്കിയതിന് ശേഷം അത് ആ എവിടെയാണോ അതിൻ്റെ ലൊക്കേഷൻ വേണ്ടത് അവിടേക്ക് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെക്കണം ഇല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ മെമ്മറി ആ അറേൻ്റെ സൈസ് എത്രയുണ്ടോ അത്രയും ടൈംസ് നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആരോസ് കാണുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിസൾട്ട്സും മൾട്ടിപ്പിൾ ഓപ്പറാൻഡ്സും ഉണ്ടാകുന്ന കേസിലായിരിക്കും. ഓക്കെ, പറഞ്ഞ സ്റ്റേറ്റ് ഡയഗ്രത്തെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്നും കൂടെ പറയാം. ഇൻസ്ട്രക്ഷൻ അഡ്രസ് കാൽക്കുലേഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ അഡ്രസ് കാൽക്കുലേഷൻ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ എന്താ പെർഫോം ചെയ്യുന്നത്, ഡിറ്റർമിൻ ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്തതായി ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ദിസ് ഇൻവോൾവ്സ് ആഡിങ് എ ഫിക്സഡ് നമ്പർ ടു ദി അഡ്രസ് ഓഫ് ദി പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ. പ്രീവിയസ് ഇൻസ്ട്രക്ഷനോട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കിട്ടും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു 16 ബിറ്റ് നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യാൻ 16 ബിറ്റ് വേർഡ് 16 ബിറ്റ് വേർഡാണ് നമ്മളെ ഇൻസ്ട്രക്ഷൻ എന്ന് വിചാരിക്കാം. നമ്മളെ മെമ്മറീൻ്റെ സൈസും 16 ബിറ്റാണ്. അതെ, 16 ബിറ്റ് വേർഡ് നമുക്ക് മെമ്മറിയിലും സ്റ്റോർ ചെയ്യാം. അങ്ങനെ ആ ഒരു ബ്ലോക്ക് സൈസിലായിട്ടാണ് നമ്മളെ മെമ്മറി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്താ, ഒരു ഇൻസ്ട്രക്ഷൻ്റെ സൈസ് 16 ബിറ്റാണ്. നമ്മളെ മെമ്മറിയിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കിട്ടണമെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ആഡ് 1. ഓക്കെ, 1 ഒരു മെമ്മറീൻ്റെ അഡ്രസ്സ് 1 ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കിട്ടും. ഓക്കെ, ഇനി ഇതല്ല കേസ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇൻസ്ട്രക്ഷൻ്റെ സൈസ് എന്താണ് 16. നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ സൈസ് 16 തന്നെയാണ്. പക്ഷേ നമ്മളെ മെമ്മറി ഉള്ളത് 8 ബിറ്റ്സ് ആക്കിയിട്ടാണ്. അതായത് 1 ബൈറ്റ് 1 ബൈറ്റ് ആയിട്ടാണ് മെമ്മറി അഡ്രസ് എങ്കിൽ നമുക്ക് ആ നമ്മളെ 16 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ എത്ര മെമ്മറി ബൈറ്റ് വേണ്ടി വരും, 2 ബൈറ്റ്സ് വേണ്ടേ. നമ്മളെ ഇൻസ്ട്രക്ഷൻ്റെ സൈസ് 16 ബിറ്റും നമ്മളെ മെമ്മറീൻ്റെ സൈസ് 8 ബിറ്റും ആണെങ്കിൽ നമ്മൾ ആ 16 ബിറ്റ് ലെങ്ത് ഉള്ള ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് വി നീഡ് 2 8 ബിറ്റ് ലൊക്കേഷൻസ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനോടുകൂടി 2 ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് ഇത് വരുന്നത്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കിട്ടും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ് എന്താ, ഇൻസ്ട്രക്ഷൻ ഫെച്ച്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, റീഡ് ദി ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി ലൊക്കേഷൻ ഇൻ ടു ദി പ്രൊസസ്സർ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഓപ്പറേഷൻ ഡീകോഡിങ് അല്ലേ. ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ റീഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ എവിടെ ഉണ്ടാവുക, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ IRലാണ് ഉണ്ടാവുക. അതേസമയം ഇവിടെ ഒരു ഓപ്പറേഷൻ കൂടി പെർഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 16 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 16+1. ആ ഒരു ഇൻസ്ട്രക്ഷനോടുകൂടി 1 ബിറ്റ് 16 ബിറ്റിൻ്റെ കൂടെ 1 ബിറ്റ് വേർഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. ഇനി ഇൻസ്ട്രക്ഷൻ ഓപ്പറേഷൻ ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ALUവിന് processor instruction execute cheyanengil it has to decode the instruction, analyze the instruction to determine the type of operation to be performed and operands to be used. എന്തൊക്കെ ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടതെന്നും അതിന് ആവശ്യമുള്ള ഓപ്പറാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ പറയാ, ആഡ് R1, R2 ആഡ് എന്താണ് ഓപ്കോഡ്. ഓക്കെ, ഓപ്കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആഡ് എന്ന് പറയുന്നത് ഓപ്കോഡാണ്. ആൻഡ് R1, R2 ആണ് എന്ത്, ഓപ്പറാൻഡ്സ്. ഇപ്പോൾ ഏതിലാണോ പെർഫോം ചെയ്യുന്നത് അതാണ് ഓപ്പറാൻഡ്സ്, എന്താണോ പെർഫോം ചെയ്യേണ്ടത് അതാണ് ഓപ്കോഡ്. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേഷൻ. നമ്മൾ നേരത്തെ ചെയ്തത് ഇൻസ്ട്രക്ഷൻ അഡ്രസ് കാൽക്കുലേഷൻ ആണ്. ഇനി അടുത്തത് ചെയ്യുന്നത് ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേഷൻ. ഇപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻ മാത്രമേ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, പക്ഷേ ഏതിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർത്ത് സ്റ്റെപ്പ് പെർഫോം ചെയ്യുന്നത്. അതായത് ഇനി നമുക്ക് ഓപ്പറാൻഡിനെയാണ് കിട്ടേണ്ടത്. ഞാനൊന്നും കൂടെ കാണിച്ചിട്ടതാ ഇവിടെ കണ്ടോ.
അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ 3 സ്റ്റെപ്സ് നമ്മൾ പെർഫോം ചെയ്തു. ഓപ്പറേഷൻ ഡീകോഡിംഗ് വരെ ചെയ്തു. അടുത്തത് ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേഷൻ. ഓപ്പറാൻഡ്സിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇവരെയാണ്, ഈ അഡ്രസ്സ് അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പെർഫോം ചെയ്യുന്നത്. Okay, operand address calculation. If the operation involves reference to an operand in memory or available via input output, then determine the address of the operand. അപ്പോൾ നമ്മൾ ഓപ്പറാൻഡ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉണ്ടാവും? ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പറാൻഡ്സ് രജിസ്റ്ററിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറാൻഡ്സ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ എന്താ, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ഐദർ വി ഹാവ് ടു ഗിവ് അവർ ഇൻപുട്ട് ത്രൂ കീബോർഡിലൂടെ നമുക്ക് ഇൻപുട്ട് കൊടുക്കണ്ടേ? ഇല്ല, അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുക. കീബോർഡിലൂടെ ആയിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളെ പ്രോഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ആ പർട്ടിക്കുലർ വാല്യൂ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ഓപ്പറാൻഡ് എവിടെ ഉണ്ടാവുക? മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. ഇൻസ്ട്രക്ഷനോട് കൂടെ മെമ്മറിയിലായിരിക്കും. ഇത് നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് ഓപ്പറാൻഡ്സിനെ എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കുക. ഫസ്റ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് ദി ഓപ്പ് കോഡ് വി ഹാവ് ടു ഗെറ്റ് ദി ഓപ്പറാൻഡ്സ്. അപ്പോൾ അതിന് ഓപ്പറാൻഡ്സ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു പെർഫോം ഓപ്പറാൻഡ് അഡ്രസ് കാൽക്കുലേഷൻ. Okay, then the fifth step, address calculate ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ഹാവ് ടു ഫെച്ച് ദാറ്റ് ഓപ്പറാൻഡ്. ഏത് ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സാണോ വേണ്ടത്, ഐ മീൻ ഏത് ഓപ്പറാൻഡ് ആണോ വേണ്ടത്, ആ ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യാം. അത് എവിടെ നിന്നൊക്കെ ഫെച്ച് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞു, മെമ്മറിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിലായിരിക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കേണ്ടി വരും. ഇനി അതിന് ശേഷം ഡാറ്റ ഓപ്പറേഷൻ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓപ്പ് കോഡും ഉണ്ട്, ഓപ്പറാൻഡ്സ് ഉണ്ട്. ഇനി അടുത്തത് എന്താ, നമ്മൾ എന്താണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അതായത് 6th സ്റ്റെപ്പ് ഓപ്പറേഷൻ, ഡേറ്റ ഓപ്പറേഷൻ. പെർഫോം ദി ഓപ്പറേഷൻ ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ. ഇനി ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. ആ റിസൾട്ട് എന്ത് ചെയ്യണം? ഇനി നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഔട്ട്പുട്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഓക്കെ, ഔട്ട്പുട്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഓക്കെ, അതാണ് ഓപ്പറാൻഡ് സ്റ്റോർ എന്ന് പറയുന്നത്. റൈറ്റ് ദി റിസൾട്ട് ഇൻ ടു മെമ്മറി ഓർ ഔട്ട് ടു IO മൊഡ്യൂൾ. IO മൊഡ്യൂളിലേക്ക് നമുക്ക് കിട്ടിയ റിസൾട്ട് കൊടുക്കാം. ഓക്കെ.